ഒമാനിൽ 54-ാം ദേശീയ ദിനത്തിന്റെ ഭാഗമായുള്ള പൊതു അവധി ആരംഭിച്ചു. വാരാന്ത്യാവധിയും ചേർത്ത് തുടർച്ചയായ 4 ദിവസത്തെ അവധിയാണുള്ളത്. ഇതോടെ യാത്രകളും കൂട്ടായ്മകളും സംഘടിപ്പിക്കുന്നതിന്റെ തിരക്കിലാണ് എല്ലാവരും. തുടർച്ചയായി അവധി ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഒമാനിലെ പ്രവാസികളും സ്വദേശികളും. മലയാളികളടക്കമുള്ള പ്രവാസികൾ യാത്രകളും കുടുംബസംഗമങ്ങളും സംഘടിപ്പിക്കുന്നതിന്റെ തിരക്കിലാണ്. ചിലർ മറ്റു രാജ്യങ്ങളിലേക്കും പറന്നു കഴിഞ്ഞു. താരതമ്യേന വിമാന ടിക്കറ്റിന് കുറഞ്ഞ നിരക്കുള്ളതും ആശ്വാസമാണ്. ഒമാന്റെ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ അടക്കം കുറഞ്ഞ നിരക്കാണ് പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചിരുന്നത്. രാജ്യത്തെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പം യാത്ര ചെയ്യുന്നവരുമുണ്ട്. മസ്കത്തിലെ കാബൂസ് പോർട്ടും കോർണിഷും മത്രാസൂക്കിലേക്കും നിരവധി പേർ എത്തുന്നുണ്ട്. മത്രയിൽ അവധിക്കാലത്ത് ഒമാൻ ടൂറിസം വകുപ്പ് റെനിൻ എന്ന പേരിൽ കലാപരിപാടി ഒരുക്കുന്നുണ്ട്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ വിവിധ രാജ്യങ്ങളിലെ കലാകാരന്മാർ അണിനിരക്കും. ഒമാനിൽ സുഖകരമായ കാലാവസ്ഥയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അധികം ചൂടും തണുപ്പുമില്ലാത്ത മിതമായ കാലാവസ്ഥ. ഇതും യാത്രയ്ക്കും ആഘോഷങ്ങൾക്കും ഏറെ ഗുണമാണ്. രാത്രികാല ക്യാമ്പിങ്ങിനും തുടക്കമായിട്ടുണ്ട്. അതേസമയം അവധിക്കാല യാത്രയ്ക്ക് പുറപ്പെടുന്നവർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ ഒമാൻ പോലീസ് നേരത്തെ നൽകിയിരുന്നു. മീഡിയ 1 മസ്കത്ത്.